മക്കളെ ഞാൻ എവിടെ പറഞ്ഞ് നിർത്തിയെന്ന് ഓർമ്മ വല്ലതും ഉണ്ടാ? നിങ്ങൾ എന്നെ പറയും, പിള്ളേരെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. നമ്മളൊന്നും പോയില്ല മുത്തശ്ശി. മുത്തശ്ശിയുടെ കഥ കേൾക്കാനായിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നേ. പഴയ കാര്യങ്ങളെല്ലാം കേൾക്കാനായിരിക്കും വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ അമ്മേരെ കഴുതി താലി കെട്ടി കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ഇരുത്തി. അപ്പോൾ എന്താ ചെയ്യുക? അന്നത്തെ കാലത്ത് എന്താ പറയണ്ട, ഈ സ്വീകരണം, അന്ന് സ്വീകരണമൊക്കെ കൊടുക്കുന്നത് എന്താ പറയണ്ട, പേപ്പറിലൊക്കെ പൊതിഞ്ഞ് കാശൊക്കെ കൊടുക്കുമായിരുന്നു അമ്മമ്മയ്ക്ക്. അയ്യോ, അത് വലിയൊരു രസമാണ് കേട്ടോ മക്കളെ. അന്ന് പേപ്പറിലൊക്കെ ഇങ്ങനെ പൈസകൾ പൊതിഞ്ഞ് ഓരോരുത്തർക്ക് സംഭാവന കൊടുക്കൂലേ, നമുക്ക് കൊണ്ടുവന്ന് ഗിഫ്റ്റുകളൊക്കെ തരുന്നത്. അന്നത്തെ കാലത്തൊക്കെ ഗിഫ്റ്റ് തരാനൊക്കെ എന്താ തരുന്നതെന്ന് അറിയാമോ? വലിയ ചരുവം, കുടം, ഇതൊക്കെയാണ് നമുക്ക് കൊണ്ട് തരുന്നത്. ഒരു പഴയ ന്യൂസ് പേപ്പറിൽ കുറേ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ പൊതി കണ്ടിട്ട് നിൻ്റെ അപ്പൂപ്പൻ പറഞ്ഞു, വലിയ കനത്തിലുള്ള പൊതിയായിരിക്കും, എന്തായാലും എൻ്റെ അമ്മുക്കുട്ടിക്ക് നല്ല പൊതിയാണല്ലോ കിട്ടിയിരിക്കുന്നത്, ആരോ വലിയ കനത്തിൽ തന്നിട്ടുണ്ട്, നീ അഴിച്ചു നോക്ക്, എനിക്ക് നല്ല കാശായിരിക്കും അതിനകത്ത്. ഞാൻ പൊതികളെല്ലാം ഇങ്ങനെ അഴിച്ച് ഒരു 3-4-5 പേപ്പറിൽ ഇവന്മാർ പൊതിഞ്ഞ് വെച്ചിരിക്കുക. പൊതി അവസാനം നോക്കി ചെന്നപ്പോൾ 10 പൈസ ഇട്ടു. അത് കണ്ട് എൻ്റെ അപ്പൂപ്പൻ കയ്യിൽ നെഞ്ചത്തടിച്ച് വിളിച്ചു, ഇത് ഏവനാണാവോ അറിയില്ല, ഭഗവാൻ അവൻ്റെ കെട്ടിയെടുക്കാം, അവൻ്റെ കുഴിക്ക് കൊണ്ട് ഇടടി എന്ന് പറഞ്ഞ് ഈ 10 പൈസ തൊട്ട് എൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞു. ആ വലിച്ച് പറഞ്ഞപ്പോൾ തന്നെ അപ്പൂപ്പൻ എന്താണെന്നറിയോ? അപ്പൂപ്പനൊരു കിടപ്പ്. ഞാനങ്ങ് പേടിച്ചു പോയി മക്കളെ. അപ്പൂപ്പനെ കഥപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നു വലിവ് വലിവ് ഇങ്ങനെ വലിവ് കണ്ടിട്ട് എനിക്ക് ഇവിടെ ഇരുന്ന് ശ്വാസം വിട്ട് ഞാൻ ചത്തുപോയാണ്. കരയാൻ തുടങ്ങി. അപ്പൂപ്പൻ വടി കണക്കിങ്ങനെ വീണ്. അയ്യോ, അമ്മമ്മയ്ക്കൊന്നും പറ്റിയില്ല. ഞാൻ ആക്സിഡൻ്റ് ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് മോളിലോട്ട് എടുക്കാനാണ് വേട്ടകളൊക്കെ പ്രാർത്ഥിക്കുന്നത്. 17 വയസ്സിൽ വലിവുണ്ടായി. എന്നെ കെട്ടിയത് അപ്പൂപ്പൻ്റെ 21 വയസ്സിൽ, എൻ്റെ 19 വയസ്സിൽ.